ഇന്ന് നമ്മളോടൊപ്പം പുത്തൻപുലരിയിൽ ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. മാനത്തെ കൊട്ടാരം, പ്രിയപ്പെട്ട കുക്കു, ആലഞ്ചേരി തമ്പ്രാക്കൾ, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ചന്ത, ഭരണകൂടം, ഗാന്ധാരി തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സുനിൽ ഒരിടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത കേക്ക് സ്റ്റോറി എന്ന സിനിമ തിയേറ്ററുകളിൽ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ പ്രേക്ഷക സ്വീകാര്യത നേടിക്കഴിഞ്ഞു. പ്രദർശനം വിജയകരമായി തുടരുകയാണ്. ബാബു ആന്റണി, അശോകൻ, ജോണി ആന്റണി, അരുൺകുമാർ, മല്ലിക സുകുമാരൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയിൽ സംവിധായകൻ സുനിലിൻ്റെ മകൾ വേദ സുനിലാണ് നായിക. ചിത്രത്തിന് തിരക്കഥയൊരുക്കിയതും വേദ തന്നെയാണ്. വേദ സുനിലാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത്. വേദ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നാണ് അതിഥിയായി ചേരുന്നത്. ഗുഡ് മോർണിംഗ്. നമസ്കാരം വേദ. ഗുഡ് മോർണിംഗ്. പറയൂ, എന്തൊക്കെയാണ് കേക്ക് സ്റ്റോറി? മധുരമൂർന്ന കഥയാണ് എന്നുള്ളത് അറിയാം. എന്തായാലും കേക്ക് സ്റ്റോറിയുടെ വിശേഷങ്ങൾ. കേക്ക് സ്റ്റോറി എന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ്. അത് April 19 തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രേക്ഷക സ്വീകാര്യത തന്നെ നേടിയിട്ടുണ്ടല്ലോ ഇതിനോടകം തന്നെ, അല്ലേ? വലിയൊരു താരനിരയുണ്ട്. നമുക്കറിയാം, സംവിധായകൻ സുനിൽ വലിയ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേക്ക് സ്റ്റോറി സംവിധാനം ചെയ്യുന്നത്. വേദയാണ് തിരക്കഥയും രചിച്ചിരിക്കുന്നത്. നിരവധി സിനിമകളിൽ അച്ഛനോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ചിത്രീകരണ വേളയിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ അതുകൂടി പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു താല്പര്യം കാണില്ല. എങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തിയത്? തുടർന്ന് തിരക്കഥ, അതിനുശേഷം ഇത് പ്രായോഗികമാക്കുന്ന തലങ്ങളിലേക്കൊക്കെ എത്തിയ വിശേഷങ്ങൾ. ഈ കഥയിലേക്ക്, കേക്ക് സ്റ്റോറിയുടെ കഥയിലേക്ക് ശരിക്കും എത്തുന്നത് നമ്മുടെ ഈ കോവിഡ് ടൈമിൽ, ഈ ലോക്ക്ഡൗൺ ടൈമിൽ എല്ലാവരും അധികം പേരും കേക്കുകളൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പം ഞാനും കേക്കുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഈ ഹോം ബേക്കേഴ്സിൻ്റെയും അതിൽ നിന്ന് എനിക്കൊരു തീം കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കേക്ക് സ്റ്റോറിയുടേത്. അപ്പോൾ ആ തീമിനെ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അതിലൊരു എലിമെൻ്റ് ഉണ്ട്, നമുക്കത് വർക്കൗട്ട് ചെയ്ത ഒരു സിനിമയ്ക്കുള്ളൊരു കഥയാക്കാമെന്ന് പറയുകയും അങ്ങനെയാണ് ഞാനത് വർക്കൗട്ട് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ കേക്ക് സ്റ്റോറിയുടെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് നമ്മൾ ഷൂട്ടിലേക്ക് പോകുന്നതിന് കുറച്ച് മുന്നായിട്ട് നമ്മളൊരു ഓഡിഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഡിഷനിൽ അച്ഛനും ക്രൂനും ബാക്കി ആരും സെറ്റായി വരാത്തതുകൊണ്ട് ഞാൻ ഓക്കെ ആവും ആ ക്യാരക്ടറിനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് അഭിനയത്തിലേക്ക് എത്തുന്നത്. പിന്നെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുക, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ട്രസ് വർക്ക് ചെയ്യുക എന്നുള്ളതൊരു നല്ല എക്സ്പീരിയൻസ്, പുതിയൊരു എക്സ്പീരിയൻസും ആയിരുന്നു. അതെ, അതോടൊപ്പം വേദ ഒരു കാര്യം കൂടി, മധുരമൂർന്ന ഒരു പ്രണയ കഥയാണ് കേക്ക് സ്റ്റോറിയിലെ പ്രമേയം എങ്കിൽ പോലും ശരിക്കും ഇതിൽ പ്രധാനമായും 2 വില്ലൻ കഥാപാത്രങ്ങൾ കൂടിയുണ്ടല്ലോ. അതിൽ നമ്മുടെ ബാബു ആന്റണി എന്ന വില്ലനെ വളരെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഹാസ്യാത്മകത നിറഞ്ഞാണോ ഈ കഥ മുന്നോട്ട് പോകുന്നത്? ഇത് ആക്ച്വലി ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി. അപ്പം അതിൽ വരുന്ന ഒരു വില്ലനും അതിൻ്റെതായ ഒരു ചേഞ്ചസ് വേണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം അത് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് കണ്ട പ്രേക്ഷകരിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്കിൽ നിന്ന് എനിക്കും എൻ്റെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ബാബു അങ്കിൾ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് രഘുറാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. ഇത് പേര് സൂചിപ്പിക്കുന്ന മാതിരി ഒരു കേക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതും 2 കമ്പനീസിനെ ബേസ് ചെയ്തിട്ടുള്ളതും തീമാണ്. അപ്പം അതിൽ വരുന്ന വില്ലന് ഒരു ഡിഫറൻസ് ഉള്ളൊരു പരിവേഷം തന്നെയാണ് ഉള്ളത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് രഘുറാം എന്നുള്ള ക്യാരക്ടറും. ഈ സിനിമയിലെ തിരക്കഥ വേദയാണല്ലോ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ അച്ഛനോടൊപ്പം പ്രവർത്തിച്ച പരിചയമൊക്കെ ഉണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതിലെ തിരക്കഥ താൻ തന്നെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വേദ എത്തുന്നത് എപ്പോഴാണ്? ഞാൻ ഈ സ്റ്റോറി പറഞ്ഞ സമയത്ത് അച്ഛനത് ഓക്കെ പറഞ്ഞിട്ടാണ് ഞാനത് തിരക്കഥയാക്കുന്നത്. അപ്പം അത് അച്ഛൻ്റെ കൂടെയുള്ള അസോസിയേറ്റ് ഡയറക്ടറോടും ബാക്കിയുള്ളവരോടും കൺവേ ചെയ്തപ്പോൾ അത് ഓക്കെ, വർക്കൗട്ട് ആവും, നമുക്കത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി തിരിച്ച ഒരു പ്രൊജക്റ്റാണ്. അപ്പം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ തിരക്കഥയായിട്ട് ഫോം ചെയ്ത് വരുന്നതും കാര്യങ്ങളൊക്കെ. വേദ അച്ഛനോടൊപ്പം മറ്റ് 4 ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും മറ്റൊരു ഫിലിമിൽ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തിരക്കഥ കൂടി. ഇങ്ങനെ എല്ലാ മേഖലകളിലും കൈവയ്ക്കുക എന്നുള്ളത് തന്നെയാണോ ലക്ഷ്യം സിനിമാ മേഖലയിൽ? സിനിമാ മേഖലയിൽ എൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ള ഡയറക്ഷൻ തന്നെയാണ്. അച്ഛൻ്റെ മേഖല തന്നെയാണ്, എഴുത്തും ഡയറക്ഷൻ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് നായികയായിട്ട് അവിചാരിതമായി എത്തിപ്പെട്ട പോലെയാണ് എഡിറ്റിങ്ങിലേക്കും ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. അത് പിന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. എനിക്ക് ടെക്നിക്കൽ സൈഡെല്ലാം അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് അതിലേക്കൊക്കെ എത്തുന്നതും.
പ്രധാന കഥാപാത്രമായ ഡയറക്ഷനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്ത്. ശരി, പറഞ്ഞോളൂ. കേട്ടില്ല. ഓക്കെ ഓക്കെ വേദ, അതായത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വേദ എല്ലാ മേഖലകളും കൈവയ്ക്കുന്നുണ്ട്, എല്ലാത്തിലും പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയാണ്. ഇവിടെ പ്രധാനമായും വേദ തന്നെയാണല്ലോ നൈന എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്, പ്രധാന കഥാപാത്രമായ നൈനെ. ഈ കഥാപാത്രത്തിലേക്ക് വേദയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഇത് ആദ്യം തന്നെ ഈ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നതിന് മുൻപ് ഇതിൻ്റെ കഥയൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ വേദ ഈ നൈന എന്നുള്ള കഥാപാത്രം ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നമ്മൾ അതിനു വേണ്ടി ഓഡിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. നയന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനാണ് ഞാൻ അഭിനയിക്കുക എന്നുള്ളൊരു ഒരു തോട്ടിൻ്റെ മൈൻഡിൽ ഇതുവരെ ആ ഒരു ടൈം വരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓഡിഷൻ നടത്തിയ സമയത്ത് അച്ഛനും ബാക്കിയുള്ളവർക്കും ആ ഒരു നയന എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി ഒരാളെ സ്യൂട്ടായിട്ട് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ ജിബി മാമൻ ഡയറക്ടറാണ്, ഇട്ടിമാണിയുടെ ഒക്കെ ഡയറക്ടറാണ്. ജിബി മാമനും അച്ഛൻ്റെ ഫ്രണ്ടായ ഫ്രാങ്കോങ്കിലും ഇവർ രണ്ടുപേരുമാണ് അച്ഛൻ്റെ അടുത്ത് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് നയന എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്തുകൊണ്ട് വേദനെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്നുള്ളത്. അപ്പം അങ്ങനെ അവരുടെ ഒരു നിർബന്ധത്തിനാണ് സത്യം പറഞ്ഞാൽ നയന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് എനിക്കൊരു ഓഡിഷൻ മാതിരി വെക്കുന്നതും പിന്നെ അത് അച്ഛനും ഓക്കെ ആയി തോന്നുന്നത് ബാക്കിയുള്ള ക്യാമറാമാനും എല്ലാവർക്കും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നയനയായി ആക്കപ്പെടുന്നത് സത്യം പറഞ്ഞാൽ. അതെ, അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ, എഡിറ്റർ, തിരക്കഥാകൃത്ത്, ഒപ്പം അഭിനേത്രി അല്ലേ, അങ്ങനെ എല്ലാ മേഖലകളിലും വേദ സുനിൽ ഇങ്ങനെ തിളങ്ങുകയാണ്. എന്തായാലും ഈ കഥയുടെ പ്രമേയം എന്ന് പറയുന്നത് ഒരു കേക്ക് ബേക്കിംഗ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ടാണല്ലോ. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്ന പ്രധാനമായും അല്ലേ മുത്തച്ഛൻ്റെ ഒരു പാരമ്പര്യം നിലനിർത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ ചിത്രീകരണത്തിലൊക്കെ ഇത്തരത്തിൽ ഈ കേക്ക് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട ചിത്രീകരണങ്ങളുമൊക്കെ എങ്ങനെയായിരുന്നു? അതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ വലിയ പ്രവൃത്തി പരിചയമുള്ളവരെ കൊണ്ടുവന്ന് തന്നെയാണോ അതൊക്കെ തയ്യാറാക്കിയത്? അതൊക്കെ എങ്ങനെയാണ്? അത്തരം രസകരമായ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുകയില്ലേ ഇതിൻ്റെ ചിത്രീകരണ വേളയിൽ? തീർച്ചയായിട്ടും നമ്മൾ ഇതിലിപ്പം രണ്ട് കാലഘട്ടം കാണിക്കുന്നുണ്ട് സിനിമയിൽ. അതായത് ഇപ്പം പ്രസൻ്റ്ലി പോകുന്ന കാലഘട്ടം, പിന്നെ 50 വർഷങ്ങൾക്ക് മുന്നേയുള്ള കാലഘട്ടം. അപ്പം അതിനു വേണ്ടി നമ്മൾ അത്യാവശ്യം റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ട് കാലഘട്ടത്തിലുള്ള കേക്കും തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഹാർഡ് ഐസിങ് ആയിട്ടുള്ള കേക്ക് അധികം ബേക്കറീസിൽ അവൈലബിൾ അല്ല, വളരെ റെയർ ആയിട്ട്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ, ഈസ്റ്ററിനെല്ലാം മാത്രമാണ് നമുക്കിപ്പോൾ ഹാർഡ് ഐസിങ് കേക്ക് ബാക്കി ബേക്കറികളിൽ കിട്ടുന്നത്. അപ്പം അത് അറിയാവുന്ന ആളെ കൊണ്ടുവന്ന് സ്പെഷ്യലായിട്ട് ആ കേക്ക് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഷ്വലിൽ കണ്ടാൽ, ഇപ്പം ട്രെയിലറിലുള്ള വിഷ്വലിലും നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അതിൽ ആ കേക്കുകൾ കൊണ്ടുവന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. കാണാനുള്ളൊരു ഡിഫറൻസ് മാത്രമല്ല, അതിൻ്റെ ഒരു ടേസ്റ്റും വളരെ ഡിഫറെൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഇളനീർ കേക്കൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഇളനീർ കേക്കിൻ്റെ ടേസ്റ്റ് നമ്മളിപ്പോൾ നോർമലി നമുക്ക് കിട്ടുന്ന കേക്കിനെക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെയായിരുന്നു അത്. അതെ, അപ്പോൾ രസകരമായ നമ്മൾ ഇതിലൊരു റെയർ ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞോളൂ വേദ, തുടർന്നോളൂ. നമ്മൾ റെയർ ആയിട്ടുള്ളൊരു കേക്കും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്, കേക്ക് റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അതായത് ചേന കേക്ക് കാണിക്കുന്നുണ്ട്. ആ ചേന കേക്ക് നമ്മൾ യഥാർത്ഥമായിട്ട് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ മൂവിയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം അതൊരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതെ, എന്തായാലും ഈ ചിത്രത്തിൽ നമ്മുടെ തമിഴ് താരം, പ്രശസ്തനായ തമിഴ് താരം കിങ്സ്ലി കൂടി എത്തിച്ചേരുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ മലയാളത്തിൽ നിന്ന് തമിഴിൽ നിന്ന് ഒരു നടനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താം എന്ന് തോന്നിയത് എപ്പോഴാണ് വേദയ്ക്ക്? ഇതിൽ റെഡിൻ കിൻസ്ലി സർ പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് രാഘവൻ എന്നാണ്. അപ്പം കേക്ക് സ്റ്റോറിയുടെ ബേസ് ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കുന്നത് രാഘവനാണ്. അപ്പം ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണം എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യമേ ഒരാഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പം അത് ആര് ചെയ്യണം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷനിൽ ഒരുപാട് ഓപ്ഷൻസും ചോയ്സസും ഒക്കെ വെച്ച് ലാസ്റ്റ് ഫൈനലിയാണ് അത് റെഡിൻ കിൻസ്ലി സാറിലേക്ക് എത്തുന്നത്. അദ്ദേഹം അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ട ക്യാരക്ടേഴ്സ്, ഇപ്പം അദ്ദേഹം പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിനൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് രാഘവൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ.
വേദ, അതോടൊപ്പം ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി സിനിമകൾ മലയാളത്തിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടല്ലേ? ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെയാണ്, ഈ കഥയിലേക്ക്, ഈ തീമിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നോ? കാരണം ഇത് ഒരു വിഷയത്തിൽ മാത്രം, ഒരു ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കഥയായി പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എപ്പോഴാണ് എത്തിയത്? പ്രത്യേകിച്ച് ഒരു കേക്ക് സ്റ്റോറിയിലേക്ക് വരാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? കേക്ക് സ്റ്റോറിയിലേക്ക് എത്താം എന്ന് തീരുമാനിക്കുന്ന ഈ ഒരു തീം പിച്ച് ചെയ്ത സമയം മുതലേ അത് കേക്കിന്റെ കഥയാണ്. കേക്ക് തന്നെയാണ് അതിൻ്റെ ഹീറോ എന്ന് പറയുന്നത്. അപ്പം അതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു തീമാണ്. ഇതുവരെ ഇത്രയും ഒരു മുഴുനീളം കേക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മൂവി വന്നിട്ടുണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല. അപ്പം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ആയത്, നമ്മൾ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞ സമയത്ത് ഇതിലേക്കൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ശ്രീനിവാസൻ സാറിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ സാറ് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പം സാറിന് അതിനോട് നല്ല താല്പര്യം വരികയും സാറ് കേക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു സിനിമ അത് വർക്കൗട്ട് ആവും എന്നുള്ള പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ കോൺഫിഡൻസ് ആവുന്നത്. വേദ ആണ് ഇതിൽ തിരക്കഥ രചിച്ചിരിക്കുന്നത്, അച്ഛനാണ് ഡയറക്ഷൻ. എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളിൽ എന്തെങ്കിലും കോംപ്രമൈസിന് വേദ തയ്യാറായിരുന്നോ? അതോ വേദയുടെ തിരക്കഥയ്ക്ക് അനുസരിച്ച് തന്നെ ഡയറക്ഷൻ പോയാൽ മതി എന്നുള്ളൊരു പിടിവാശി ഉണ്ടായിരുന്നോ? ഈ സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അച്ഛൻ മകൾ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നില്ല. അത് അച്ഛൻ വർക്കിന്റെ സമയത്ത് നോർമലി അങ്ങനെയാണ്. ഇപ്പം ഇതിനു മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ലൊക്കേഷനിലെത്തുമ്പോൾ അവിടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആൻഡ് ഡയറക്ടർ എന്നുള്ള ഒരു രീതി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് എത്തിയപ്പോഴും ആ ഒരു രീതി തന്നെയായിരുന്നു. ഇപ്പം സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ്, ലൈക്ക് സീൻസ് നമ്മൾ എഴുതി കഴിഞ്ഞ് വായിച്ചു കൊടുക്കുമ്പം അതിപ്പോൾ വർക്കൗട്ട് ആവോ ഇല്ലയോ, അത് മാറ്റി എഴുതണം എന്നുള്ളതാണെങ്കിൽ മാറ്റി എഴുതണം എന്ന് തന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ രീതിയിൽ എനിക്ക് ഓക്കെ ആയി തോന്നിയത് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. എനിക്ക് ഓക്കെ അല്ല, ഇത് എനിക്ക് ഈ സീൻ ഓക്കെയാണ്, അത് മാറ്റി എഴുതണ്ട എന്നുള്ളത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കിടയിൽ. സാധാരണ ഒരു സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും ഒക്കെ മനസ്സിൽ ആ കഥ തുടങ്ങുമ്പോൾ തന്നെ നായകനും നായികയ്ക്കും ഒക്കെ ഒരു രൂപം മനസ്സിലുണ്ടാകും അല്ലേ? വേദയ്ക്കും അങ്ങനെ ഒരു രൂപം ഉണ്ടായിരുന്നു. വളരെ അവിചാരിതമായിട്ടാണ് വേദ നായികയായത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ എഴുതി പോകുമ്പോൾ തന്നെ ഇന്നയാൾ ചെയ്താൽ അത് നല്ലതായിരിക്കും എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെ, അല്ലെങ്കിൽ അത്തരം നടന്മാരെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണോ തിരക്കഥ മുന്നോട്ട് പോയത്? അത്തരം ഒരു ഇത് മൈൻഡിൽ വെച്ചില്ലായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് അച്ഛൻ തന്നൊരു ഗൈഡൻസ് തന്നെയാണ്. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിനൊക്കെ ഒരു ധാരണ വരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നു, നീ ഒരു ആർട്ടിസ്റ്റിനെ മൈൻഡിൽ കണ്ടുകൊണ്ട് അത് എഴുതണ്ട. ആർട്ടിസ്റ്റിനെ മൈൻഡിൽ കണ്ടുകൊണ്ട് എഴുതുന്ന സമയത്ത് അതിൻ്റെ അകത്ത് റെസ്ട്രിക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു മെയിൻ കാരണം കൊണ്ട് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിക് ബേസിലല്ല, ഞാനതൊരു ക്യാരക്ടറിൻ്റെ ബേസിലാണ് എഴുതി പോയിട്ടുള്ളത്. അപ്പോൾ ആ ക്യാരക്ടർ മൊത്തത്തിൽ എഴുതിയതിന് ശേഷം ആര് ആപ്റ്റ് ആവും എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നേന എന്ന് പറയുന്ന ക്യാരക്ടറിന് പ്ലെയിൻ ആയിട്ട് നേന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതി പോയിട്ടുള്ളത്. അതിന് ഇന്ന രൂപം ഇങ്ങനത്തെ ഒരാൾ എന്നുള്ളത് എൻ്റെ മൈൻഡിലില്ലായിരുന്നു. അത് ഞാനായി എന്നുള്ളത് എനിക്ക് കുറച്ച് ആദ്യം ടെൻഷനുള്ള കാര്യമായിരുന്നു. എങ്കിലും അത് പിന്നെ എനിക്കത് ഓക്കെ വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഏതാ ഒരു നല്ല താരനിര തന്നെ ഉണ്ടല്ലോ കേക്ക് സ്റ്റോറിയിൽ അല്ലേ? അതോടൊപ്പം എത്ര ഗാനങ്ങളുണ്ട്, സംഗീതം, രചന, അതൊക്കെ ആരാണ്? ഇതിൻ്റെ അകത്ത് 5 ഗാനങ്ങളുണ്ട്. നമുക്ക് 3 മ്യൂസിക് ഡയറക്ടേഴ്സും 3 ലിറിസിസ്റ്റും ഉണ്ട്. ഒരു ഇത് വന്നിട്ട് ജെറിയ മൽദേവ് സാറാണ് ചെയ്തിരിക്കുന്ന 2 സോങ് SP വെങ്കിടേഷ് സാറും 1 സോങ് റോണി റാഫേൽ ചേട്ടനാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ 3 ലിറിസിസ്റ്റ് വരുന്നുണ്ട്. സന്തോഷ് വർമ്മ, വിനായക് ശശികുമാർ, വിവേക്, അങ്ങനെ 3 പേരാണ് ലിറിസിസ്റ്റായിട്ട് വരുന്നത്. ഈ 5 സോങ്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 സിംഗേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു മ്യൂസിക്കൽ ട്രീറ്റ് ആയിട്ട് കൂടെ കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സുമാണ് വരുന്നത്. അതെ, ഒരു ചിത്രത്തിൽ 5 ഗാനങ്ങളെന്ന് പറയുന്നത് അല്ലേ, സാമാന്യം ഒരു നല്ല അളവ് തന്നെയാണ് ചിത്രത്തിൻ്റെ മെയിൻപൊടിക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. ഇതെല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടിയതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ നല്ല റിവ്യൂസാണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നതല്ലേ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ തന്നെ വേദ?
എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂ ആണ് വരുന്നത്. ഒരു ഫീൽ ഗുഡ് ആയിട്ട് കണ്ടിരിക്കുക, ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടെ തിയേറ്ററിൽ ചെന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം എന്നുള്ള ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത് എല്ലായിടത്തും. അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം നല്ല റിവ്യൂസ് തന്നെയാണ്. വേദയുടെ വീട്ടിലെ വിശേഷങ്ങൾ കൂടി അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അച്ഛൻ സുനിൽ വളരെ പ്രശസ്തനായ സംവിധായകനാണ്. ഇപ്പോൾ മകൾ വേദ സുനിലും തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിലും നായിക പ്രാധാന്യമുള്ള സിനിമയിൽ അഭിനയിച്ചതിലൂടെ നായികയായും അതോടൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. വീട്ടിൽ മറ്റാരൊക്കെയാണ്, അവരുടെ വിശേഷങ്ങൾ കൂടി സിനിമാ മേഖലയുമായിട്ടൊക്കെയുള്ള അവരുടെ ഒരു സപ്പോർട്ടും കാഴ്ചപ്പാടും ഒക്കെ എങ്ങനെയാണ്? വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഡയറക്ടറാണ്. അമ്മ വന്നിട്ട് നമ്മുടെ കൂടെ തന്നെ എല്ലാ പ്രൊജക്ട്സിനും കൂടെ തന്നെ ഉണ്ട്. അമ്മ പ്രൊഡ്യൂസറും കൂടെയാണ്. ഈ പടത്തിൻ്റെ കോ പ്രൊഡ്യൂസറും അമ്മയാണ്. എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവായിട്ട് കൂടെ 2 പേരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എനിക്ക് എൻട്രി ആവാനും ഇപ്പം എൻ്റെ താല്പര്യം ഡയറക്ഷനും എഴുത്തുമാണെന്ന് പറഞ്ഞ് ഫുൾ സപ്പോർട്ടോട് കൂടെ 2 പേരും ഒപ്പം തന്നെ ഉണ്ട്. അതെ, എന്തായാലും വലിയ വിജയം കേക്ക് സ്റ്റോറി കൈവരിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഭാവിയിലും വേദയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ജനം ടി വിയുടെ അതിഥിയായി എത്തിയതിൽ നന്ദിയും അറിയിക്കുന്നു, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിൽ. താങ്ക് യു സോ മച്ച്.